രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് പല മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ 38+32 എന്ന രണ്ട് നമ്പേഴ്സ് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. 38ന് നമുക്ക് 30+8 എന്ന് എഴുതാം. ഇനി 32വിന് നമുക്ക് 30+2 എന്നും എഴുതാം. രണ്ട് നമ്പേഴ്സ്, ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് x+y ഇൻറ്റു u+v എന്ന മോഡലിലാണെങ്കിൽ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? xu, അതായത് x ഇൻറ്റു യു പ്ലസ് x ഇൻറ്റു വി പ്ലസ് y ഇൻറ്റു യു പ്ലസ് y ഇൻറ്റു വി എന്ന് എഴുതാമല്ലോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇനി 30+8 ഇൻറ്റു 30+2 എന്നത് ഈ ഒരു മോഡലിലല്ലേ ഉള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 30+8 ഇൻറ്റു 30+2 വിച്ച് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 30 xu 30 ഇൻറ്റു 30 പ്ലസ് 30 ഇൻറ്റു 2 പ്ലസ് 8 ഇൻറ്റു 30 പ്ലസ് 8 ഇൻറ്റു 2 എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് ഈ മിഡിൽ വരുന്ന ടേമിനെ മാത്രം ഒന്ന് സ്പെഷ്യലായിട്ട് മാറ്റി എഴുതാം. 30 ഇൻറ്റു 2 പ്ലസ് 8 ഇൻറ്റു 30 ബ്രാക്കറ്റ് ഇടാം. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ് 30. അപ്പോൾ നമുക്ക് ഈ ഒരു 30നെ പുറത്തോട്ടെടുക്കാം. 30 ഇൻറ്റു 2 പ്ലസ് 8 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 2 പ്ലസ് 8 എത്ര? 10, വിച്ച് ഈസ് ഈക്വൽ ടു 300. അപ്പോൾ ഇതാ നടുവിൽ വരുന്ന ഈ ഒരു ടേം 300 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ 1നെ ടോട്ടലായിട്ടൊന്ന് മാറ്റി എഴുതാം. 30 ഇൻറ്റു 30 പ്ലസ് ഈ മിഡിൽ വരുന്ന ടേം 300 ആണെന്ന് നമുക്ക് കിട്ടി. 300 പ്ലസ് 8 ഇൻറ്റു 2 16 വിച്ച് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 30 എത്ര? നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. 900 ആണ് പ്ലസ് 300 പ്ലസ് 16. അപ്പോൾ നമുക്ക് ആൻസർ വേഗം കണ്ടുപിടിക്കാൻ പറ്റും. 1216 1216 ആൻസർ കിട്ടും. ഇനി നമുക്ക് സെയിം മെത്തേഡിൽ വേറെ രണ്ട് നമ്പേഴ്സ് നോക്കാം. 48 ഇൻറ്റു 42 ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 40 പ്ലസ് 8 ഇൻറ്റു 40 പ്ലസ് 2 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 40 40 സ്ക്വയർ പ്ലസ് 40 ഇൻറ്റു 2 പ്ലസ് 8 ഇൻറ്റു 40 പ്ലസ് 8 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 40 സ്ക്വയർ പ്ലസ് ഇവിടുന്ന് രണ്ടിലും 40 ഉണ്ട്. ഈ മിഡിൽ ടേമിൽ രണ്ടിലും 40 ഉണ്ട്. അപ്പോൾ 40 നമ്മൾ പുറത്തോട്ട് എടുക്കുക. 40 ഇൻറ്റു 8 പ്ലസ് 2 2 പ്ലസ് 40 ഇൻറ്റു 2 പ്ലസ് 8 പ്ലസ് 2 ഇൻറ്റു 8 16 which is equal to 40 square plus 40 into 10 plus 16 കിട്ടും. 40 സ്ക്വയർ 1600 ആണ് പ്ലസ് 400 പ്ലസ് 16 വിച്ച് ഈസ് ഈക്വൽ ടു എല്ലാം ആഡ് ചെയ്താൽ നമുക്ക് 2016 കിട്ടും. അപ്പോൾ നമുക്ക് ജനറലി ഇതൊരു ഇക്വേഷൻ പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് z which is equal to x square plus x into
വൈ പ്ലസ് സെഡ് പ്ലസ് വൈ സെഡ് എന്ന ജനറൽ കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഈ ഒരു ഫോർമുല ഓർത്ത് വെക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ വരുന്ന എക്സസൈസ് കൂടി ചെയ്തു നോക്കാം.